ഇസ്രായേൽ ഗാസ സംഘർഷം അതിന്റെ അതിഭീകരമായ രൂപത്തിൽ തുടരുമ്പോൾ ഏറ്റവും വലിയ വില നൽകുന്നത് സാധാരണ ജനങ്ങളും ഒപ്പം ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ ചിത്രം ലോകത്തിന് മുന്നിലെത്തിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തുന്ന മാധ്യമപ്രവർത്തകരുമാണ്. ഇപ്പോൾ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിലെ മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ മനഃപൂർവ്വം പട്ടിണിക്കിടുകയാണെന്നാണ്. ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും മാധ്യമപ്രവർത്തകർക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയാനും ആഗോളതലത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അന്താരാഷ്ട്ര മാധ്യമ ശൃംഖലയായ അൽ ജസീറ ശക്തമായി ആവശ്യപ്പെട്ടു. പത്രപ്രവർത്തക സമൂഹവും പത്രസ്വാതന്ത്ര്യ സംഘടനകളും നിയമസ്ഥാപന ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് അൽ ജസീറയുടെ ആഹ്വാനം. അതിജീവനത്തിന്റെ മുൻപിൽ മാധ്യമപ്രവർത്തകർ ഗാസയിൽ പട്ടിണി മരണങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദുരിതത്തിൽ മാധ്യമപ്രവർത്തകരും കുടുങ്ങിയിരിക്കുകയാണെന്ന വാർത്ത ഏറെ ഗൗരവത്തോടെയാണ് ലോകം കാണുന്നത്. ഇസ്രായേൽ ഗാസ സംഘർഷത്തിന്റെ കാണാപ്പുറം, യുദ്ധത്തിന്റെ ഭീകരത, സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്നിവ ലോകത്തിന് മുന്നിലെത്തിക്കാൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ജോലി ചെയ്യുന്നവരാണ് ഗാസയിലെ മാധ്യമപ്രവർത്തകർ. എന്നാൽ ഇപ്പോൾ അവർ വാർത്തകൾ നൽകുന്നതിനപ്പുറം സ്വന്തം നിലനിൽപ്പിനായി പോരാടുകയാണ്. ജൂലൈ 19-ന് അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ ഹൃദയഭേദകമായ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഗാസയിൽ അതിജീവിക്കാനുള്ള അവരുടെ കഴിവ് ക്ഷയിച്ചു വരുന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അതെന്ന് അൽ ജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നു.